ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫ്യൂ ഡേയ്സ് ഇൻ മൈ ലൈഫ് ആണ്. ആദ്യം ഞാൻ ഇതൊരു വീക്ക്ലി വ്ലോഗ് ആയിട്ട് അപ്ലോഡ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7 ഡേയ്സ് വേണമല്ലോ. ഇതിപ്പോ അങ്ങനൊന്നുമില്ല കേട്ടോ. ആകെ ഒരു 3-4 ഡേയ്സ് മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഉള്ളൂ. ബൈ ദ വേ, നമ്മളിപ്പോ എങ്ങോട്ടാണ് പോണത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വയനാട്ടിലേക്കാണ് പോണത്, അതും പൂപ്പൊലി കാണാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ഒരു 2 ഇയേഴ്സ് ആയിട്ട് ഞാൻ ഈ ഒരു പൂപ്പൊലി കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വയനാട്ടിലേക്ക് വരലുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലവർ ഷോ തന്നെയാണല്ലോ. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ കുറേ ആൾക്കാരൊക്കെ ഇത് പോയി കണ്ടിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും പോവാണല്ലോ, അപ്പൊ പിന്നെ ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് ഒക്കെ ഉണ്ടാവലുണ്ട്. നമ്മളൊരു വീട്ടിൽ നിന്ന് 8 മണിക്കൊക്കെ ഇറങ്ങിയിട്ട് ഉച്ചക്കായപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നൊരു ലാസ്റ്റ് ഡേ ആണ് ഇവിടുത്തെ ഷോന്റെ, അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കൊന്നും ഇല്ലേനി. പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ വന്നിട്ടുണ്ടേനി കേട്ടോ. പിന്നെ ഇവിടുത്തെ സ്കൈ അത് പറയാനില്ല, നല്ല ഭംഗിയുണ്ടേനി ഇവിടുന്ന് സ്കൈ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്ലവേഴ്സ് പിന്നെ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഇപ്രാവശ്യം ഇവിടെ പോയപ്പോൾ സൺഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ ഉണ്ടേനു എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും ഞാൻ കണ്ടിട്ടില്ലേനി. പിന്നെ ഇത്രയും ഭംഗിയുള്ള ഫ്ലവേഴ്സും ഇത്രയും നല്ല ഭംഗിയുള്ള വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ എങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നും. അപ്പം ഇനിയിപ്പോൾ ആരും കണ്ടിട്ടില്ലെങ്കിലും കുറേ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇതേപോലെ കുറേ സ്റ്റോളൊക്കെ ഉണ്ടേനി, അതിലിങ്ങനെ ക്രാഫ്റ്റ് ഐറ്റംസും പിന്നെ ഇതൊക്കെ പാളയിൽ കുറെ എഴുതിയിട്ടുള്ളതും ചിത്രം വരച്ചിട്ടുള്ളതൊക്കെയാണ് കേട്ടോ. പിന്നെ അവിടെ തന്നെ കുറെ ചെടികളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന കുറച്ച് തൈകളൊക്കെ ഉണ്ടേനി. അതിൽ തന്നെ നമ്മുടെ ഡെയ്സി ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇത് കാണുന്നത്. ആ ഒരു ഫ്ലവറിന്റെ തൈകളാണ് ഈ ഒരു സെറ്റൊക്കെ. അങ്ങനെ അവിടുന്ന് നമ്മളൊരു 5-6 ചെടി തൈകളൊക്കെ മേടിച്ചിട്ടുണ്ടേനി. ഇവിടുന്ന് ഇപ്പോ ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും മേടിച്ചിട്ടില്ല ഇനി. എന്നാലും നമുക്കിങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്ന് തോന്നുമല്ലോ. ആ ഒരു തോന്നലിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായില്ലയോ ഇവിടുത്തെ സ്കൈ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന്. തന്നെ എനിക്ക് എപ്പോഴും പറയാനുള്ളത്, ഇവിടുത്തെ സ്കൈ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈവനിങ് ഇവിടുന്ന് നല്ല ഒരു സൺസെറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കണ്ടിട്ടുണ്ടേനി. ഒരു 6:30 ആയപ്പോൾ തന്നെ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പോകുന്ന ടൈമും ഇവിടുത്തെ സ്കൈ ഒരു ഭയങ്കര റെഡ് കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടേനി. ഇന്നത്തെ ഡേ എൻ്റെ ഫ്രണ്ടിന്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് തൃശ്ശൂർ പോയിട്ടുണ്ടേനി. തൃശ്ശൂർ ഗുരുവായൂർ വെച്ചിട്ട് ഇനി കല്യാണം എന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ രാവിലെ എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗുരുവായൂർ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടേനി. ഞാൻ ഇതുവരെ ഗുരുവായൂർ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ 5 ഫ്രണ്ട്സ് ഇനി പോയിട്ടുണ്ടേനി. അപ്പൊ അതില് 3 ആൾക്കാര് കുറേ വട്ടം ഗുരുവായൂർ കണ്ടിട്ടും വന്നിട്ടും ഒക്കെ ഉള്ളതാണ്. ഞാൻ വീഡിയോയിലൊക്കെ കുറേ വട്ടം കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇപ്പൊ നേരിട്ട് കാണുന്നത്. പിന്നെ ഇതുവരെ വന്നിട്ട് ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാല് മോശമാണല്ലോ.
പിന്നെ ഇവിടെ വന്നോൾക്കൊക്കെ അറിയാലോ, ഇവിടെ എല്ലാ സൈഡായിട്ട് കുറേ ഷോപ്പ് ഉണ്ട്. അപ്പൊ നമ്മളങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാവർക്കും വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് നോക്കിയിട്ടുള്ളൂ മീൻസ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഇനി കേട്ടോ. വള, മാല, കമ്മൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. ഇവിടുന്ന് അങ്ങനെ നമ്മള് ഒരു 4 മണിയൊക്കെ ആയപ്പോ റിട്ടേൺ പോന്നിട്ടുണ്ട്. ഇനി നാട്ടിക്ക് നമ്മൾ പോയതും വന്നതും ഒക്കെ ബസ്സിന് തന്നെ ഇനി. ഞാനൊരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി. അപ്പോൾ അതിന്ന് വന്നിട്ടുണ്ട്. ഇത്രയും കാലം ഞാൻ മൈക്കൊന്നും യൂസ് ചെയ്യാതെ ഡയറക്റ്റ് ഇനി വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ നല്ല രീതിക്ക് അതിൽ കേൾക്കാൻ പറ്റും. ഈ ഒരു വോയിസിൻ്റെ ഒക്കെ ഇടയിൽ കരകരപ്പ് പോലെ. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് മൈക്കില്ലാതെയാണ് കേട്ടോ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വോയിസ് റെക്കോർഡൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയപ്പം അതിൻ്റെ ഇടയിലൊക്കെ ചില ഭാഗങ്ങളൊക്കെ വീങ്ങിയ പോലെ, ഒരു കരകരപ്പ് പോലെ. ഞാൻ കുറേ റീടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്ത് എനിക്ക് തന്നെ പ്രാന്താവുക. അപ്പം ഞാൻ വിചാരിച്ച് ഇനി മൈക്കില്ലാതെ സംസാരിക്കാമെന്ന്. ഇതാണപ്പം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന മൈക്ക്. അപ്പോൾ ഈ ഒരു മൈക്ക് ഞാൻ യൂട്യൂബിൽ തന്നെ കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് തന്നെ ആദ്യം ഞാൻ ഈ സെയിം സാധനം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മൈക്കിൻ്റെ പേര് ബോയ M1 എന്നാണ്. അപ്പം ഞാൻ അങ്ങനെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് മേടിച്ചപ്പം ആദ്യം കിട്ടിയ സാധനം ഭയങ്കര പെടലേനി. അതിൽ കുറേ സാധനങ്ങളൊന്നും ഇല്ലേനി. പിന്നാണെങ്കിൽ മൈക്ക് ഭയങ്കര ഷോക്കേനി. ആദ്യം ഞാൻ വിചാരിച്ച് എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാവുമെന്ന്. ഇതാണെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കണ്ടിട്ടില്ലേനി. അപ്പം പിന്നെ അത് റീപ്ലേസ് ചെയ്ത്. പിന്നെ ഇതിൽ കിട്ടിയപ്പം നേരത്തെ ഇല്ലാത്തതിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടേനി കേട്ടോ. പിന്നെ ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ടേനി കൂടുതലായിട്ട്. ഇത് ആ ഒരു മൈക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊള്ളാം. പക്ഷെ എന്നാലും ചില ടൈമിൽ അതിനിപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഒരു കരകരപ്പും ഇനിയിപ്പോൾ ഇത് ഷെയ്ക്ക് ആവണോണ്ടാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ മേടിച്ച് പോയല്ലോ, ഇതാണെങ്കിൽ കൊടുക്കാനും പറ്റില്ല. പക്ഷേ ചില ആൾക്കാരൊക്കെ കുറേ ആൾക്കാർ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്, ഇത് നല്ല മൈക്കാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് ഈവനിങ് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഈവനിങ് ഒക്കെ പോയിട്ട് ഇരിക്കാനും അതേപോലെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഇതേപോലെ വൈറ്റ് ഒരു സാധനം കാണാം. അതാണ് ജെല്ലി ഫിഷ് കേട്ടോ. ഇവിടെ കുറേ സ്ഥലത്തായിട്ട് ഈ ഒരു ജെല്ലി ഫിഷ് കാണാനുണ്ട്. ഈവനിങ് ഇവിടെ വന്നാൽ നല്ല ഭംഗിയിൽ സൺസെറ്റൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ മെയിനായിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ഈവനിങ്ങിൽ ആ ഒരു ഭംഗിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ ജസ്റ്റ് നമ്മൾ അയിക്കൂടി ഇതിക്കൂടെ ഒക്കെ ഒന്ന് നടന്ന് അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത്. എനിവേ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം.